സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മെഡിസെപ്പ്. മെഡിസെപ്പ് അറിയാം, അതിൻ്റെ ഫുൾ ഫോമും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആണ് കേട്ടോ. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇനി ഇതിനെ സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് കേട്ടോ. എന്താണ്? ഓറിയന്റൽ ഇൻഷുറൻസ്. അതേപോലെ തന്നെ ഇത് നിലവിൽ വന്നിട്ടുള്ളത് 2022 ജൂലൈ 1-നാണ്. 2022 ജൂലൈ 1-നാണ്. ജൂലൈ 1-ന്റെ ഇമ്പോർട്ടൻസ് എന്താ? ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം അല്ലെ. BC റോയുടെ ജന്മദിനമാണ് ജൂലൈ 1, ഡോക്ടേഴ്സ് ദിനമാണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷനാണ്, നല്ലൊരു ജോലിയാണെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ജൂലൈ 1 കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 2022 ജൂലൈ 1-നാണ് ഈ പറഞ്ഞിട്ടുള്ള മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 2022 ജൂലൈ 1-ന് നിലവിൽ വന്നിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ അത്? ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? 2022 ജൂലൈ 1-നാണ് കേട്ടോ. ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ് 2022 ജൂലൈ 1. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും 2022 ജൂലൈ 1-ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ നിന്നൊക്കെ പെറുക്കി എടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ജോലിയാണെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ജൂലൈ ആണ് കേട്ടോ. അപ്പോൾ ജൂലൈ മാസം 1-ാം തീയതിയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റും കൂടി ഉണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള അറബ് രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അബുദാബിയാണ് കേട്ടോ. ഏതാണ് അറബ് രാജ്യം? അബുദാബി. കിട്ടിയല്ലോ. ഇനി അടുത്ത പോയിന്റ്, മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏകനാഥ് ഷിൻഡെ ആണ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ ആരാണ്? ഏകനാഥ് ഷിൻഡെ. അപ്പോൾ നമ്മൾ ഈ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഏകനായിട്ട് ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും പോകുന്നത് അല്ലേ? അടുത്ത പോയിന്റ്, ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ ആണ് കേട്ടോ. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ. ഫിലിപ്പൈൻസ് പയ്യന്മാരെന്ന് ആലോചിക്കാം അല്ലെ. പയ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ജൂനിയർ ആണ്. അതുപോലെ തന്നെ പയ്യന്മാരുടെയൊക്കെ ഏതെന്തെങ്കിലും ഒരു മാർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാർക്കോസ് ജൂനിയർ കേട്ടോ. ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ. അടുത്തത് 13 എക്സ്പ്രസ് വേകളുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഏതാ? ഉത്തർപ്രദേശാണ്. 13 എക്സ്പ്രസ് വേ ഉള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. നമുക്കറിയാലോ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് വേ ഉള്ള സംസ്ഥാനം എന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഗോൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയിട്ടുള്ള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 135 ആണ്. അതായത് ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 135. ഓഡ് നമ്പർ ആണ് കേട്ടോ. ഓഡ് നമ്പർ 135. അപ്പോൾ ടോട്ടൽ 146 രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനമാണ് 135 കേട്ടോ. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഐസ്ലാൻഡ് ആണ് കേട്ടോ. ഐസ്ലാൻഡ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കുക, ആരോഗ്യ അതിജീവന ഉപസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 146 ആണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഇന്ത്യ. ഓക്കെ. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ. 13 എക്സ്പ്രസ് വേകളുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ്. ഗോൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കിയിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 135 ആണ്. ടോട്ടൽ 146 കൺട്രീസ് ഉണ്ട്. ആദ്യം വന്നിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിന്റെ 2021 ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിലെ ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടകയാണ് കേട്ടോ. ഇന്നോവേഷൻ ഇൻഡെക്സ്, നമുക്ക് ഇന്നോവേഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ ഇന്നോവ ആലോചിക്കാം. ഇന്നോവ എന്ന് പറഞ്ഞൊരു കാറല്ലേ. അപ്പോൾ കർണാടക കാറ്, ഇവിടെ കർണാടക. അപ്പോൾ 3-ാം തവണയാണ് കർണാടകയ്ക്ക് ഈ സ്ഥാനം കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്ത, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 11-ാം സ്ഥാനമാണ് കേരളത്തിന്റെ കേട്ടോ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം കാര്യക്ഷമമാക്കി നടപ്പിലാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 11 1-ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. ഭക്ഷണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓടി വരില്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. 1-ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. കേരളത്തിന്റെ സ്ഥാനം 11. കേരളത്തിന്റെ സ്ഥാനം 11. അതുപോലെ തന്നെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നിട്ടുള്ളത് 2013-നാണ് കേട്ടോ. അപ്പോൾ 13 പറയുമ്പോൾ അത്ര നല്ല നമ്പർ അല്ലല്ലോ. അപ്പോൾ ഭക്ഷ്യ സുരക്ഷയായിട്ടൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യുക. പെട്ടെന്നൊക്കെ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഭക്ഷണമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഒരു നല്ല നമ്പർ അല്ല 13 എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി 2022 ജൂലൈ 8-ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ആരാണത്? ഷിൻസോ ആബെ ആണ് അല്ലെ. ഷിൻസോ ആബെ. അപ്പോൾ 2021 പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. അതിനൊപ്പം തന്നെ ഓർത്ത് വെച്ചേക്കുക, ജപ്പാനിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ഫ്യൂമിയോ കിഷിഡ. ആരാണ്? ഫ്യൂമിയോ കിഷിഡ. അപ്പോൾ 100-ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. 100-ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഫ്യൂമിയോ കിഷിഡ എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ജപ്പാൻ എന്ന് പറയുമ്പോൾ പാൻ ആലോചിച്ചൂടെ. ഈ പാനൊക്കെ ചൂടായി കഴിയുമ്പോൾ ഫ്യൂംസ് വരില്ലേ, പുക വരില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്യൂമിയോ കിഷിഡ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
അടുത്ത പോയിന്റ് നോക്കാം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്രം ഏതാണ്? മേ രഹു, യാന രഹു, യേ ദേശ് രഹ്ന ചാഹിയെ അടൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് മലയാളിയായിട്ടുള്ള ഉല്ലേഖിൻ്റെ ദ അൺടോൾഡ് വാജ്പേയി പൊളിറ്റീഷ്യൻ ആൻഡ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണെന്നും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് മേജർ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചൊന്ന് പഠിച്ചു വെച്ചേക്കുക. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്രം ഏതാണ്? മേ രഹു, യാന രഹു, യേ ദേശ് രഹ്ന ചാഹിയെ അടൽ. അതിൻ്റെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ് ആണ്. അതുപോലെ തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മേജറാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയായിട്ട് അധികാരമേറ്റുള്ളതാണ് ദ്രൗപദി മുർമു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും നിർബന്ധമായിട്ട് ആ വീഡിയോ കാണണം കേട്ടോ. ഇംഗ്ലണ്ടിലെ ലസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് ഏത് ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് നൽകിയത്? ഇന്ത്യയിലെ ലസ്റ്റർ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് ഏത് ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് നൽകിയത്? സുനിൽ ഗവാസ്കർ. ലസ്റ്റർ ഗവാസ്കർ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സുനിൽ ഗവാസ്കർ. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നിട്ടുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. 2021 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം. ഇന്ത്യയിൽ വാനര വസൂരി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് അല്ലെങ്കിൽ വാനര വസൂരി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ ആദ്യം സ്ഥിരീകരിച്ചിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരാണ് കേട്ടോ. അടുത്ത റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് നോക്കാം. ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രോഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാനര വസൂരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത പോയിന്റ്, കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ പി എസ് ശ്രീകലയെ കുറിച്ച് നമ്മൾ എപ്പോഴോ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ വനിതാ ഡയറക്ടറായിട്ട് നിയമിതയായതാണ് പി എസ് ശ്രീകല. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഭാഷയിനകത്ത് ഒരുപാട് ചന്ദ്രകലയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ശ്രീകല ഒന്ന് കണക്ട് ചെയ്യാലോ. അതേപോലെ തന്നെ കേരള നോളേജ് ഇക്കോണമി മിഷൻ ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിലും പി എസ് ശ്രീകല തന്നെയാണ് കേട്ടോ. ഇനി എന്താണ് കേരള നോളേജ് ഇക്കോണമി മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കേരളത്തിൽ തൊഴിൽ രഹിതരായിട്ടുള്ളവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയും അതായത് തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞിട്ടുള്ള കേരള നോളേജ് ഇക്കോണമി മിഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ് ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ പി എസ് ശ്രീകല. അപ്പോൾ നമ്മുടെ കേരള ഭാഷയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള സംരംഭം ഏതാ? മലയാള മിഷനാണ് അല്ലേ. മലയാള മിഷന്റെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കട. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. മലയാള മിഷന്റെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കട. അടുത്തത്, കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് ADGP മനോജ് എബ്രഹാം ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സുരേഷൻ പട്ടേൽ. നമ്മൾ പറഞ്ഞിരുന്നു പട്ട അല്ലെങ്കിൽ ചാരായൊക്കെ കുടിക്കുന്ന സമയത്ത് കുറച്ച് വിജിലൻ്റ് ആയിട്ടിരിക്കണം, പോലീസൊക്കെ പിടിക്കും അല്ലേ. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ് സുരേഷൻ പട്ടേൽ. അതേസമയം കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് ADGP മനോജ് എബ്രഹാം ആണ് കേട്ടോ. അപ്പം നമ്മുടെ മനസ്സ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കുറച്ച് വിജിലൻ്റ് ആയിട്ടൊക്കെ നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. മനോജ് എബ്രഹാം ആണ് കേട്ടോ. അടുത്തത്, ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പുസ്തകം രചിച്ചത് പ്രേംകുമാർ ആണ്. ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പുസ്തകം രചിച്ചത് പ്രേംകുമാർ ആണ്. പ്രേംകുമാർ ആരാണ്? ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആയിട്ടും പ്രേംകുമാർ, നമ്മുടെ ചലച്ചിത്ര നടനായിട്ടുള്ള പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും കൂടിയാണ് പ്രേംകുമാർ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് മനോജ് എബ്രഹാം, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സുരേഷൻ പട്ടേൽ, ദൈവത്തിൻ്റെ അവകാശികൾ എന്ന പുസ്തകം രചിച്ചത് പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രേംകുമാർ തന്നെ. അടുത്ത പോയിന്റ് നോക്കാം. 2021 JC ഡാനിയൽ പുരസ്കാര ജേതാവ് KP കുമാരനാണ് കേട്ടോ. അപ്പോൾ ഈ JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. 2021 കിട്ടിയിട്ടുള്ളത് KP കുമാരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ JC ഡാനിയൽ പുരസ്കാരം എന്ന് പറയുമ്പോൾ ജേഴ്സി ആലോചിക്കാം. ഓക്കെ. അപ്പോൾ ഈ ജേഴ്സി ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു കുമാരനെ ആലോചിക്കാം കേട്ടോ. കുമാരൻ. അപ്പോൾ 2021 കിട്ടിയിട്ടുള്ളത് KP കുമാരൻ. 2020 കിട്ടിയിട്ടുള്ളത് P ജയചന്ദ്രൻ ആണ് കേട്ടോ. ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ജയിച്ചു വരിക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. P ജയചന്ദ്രൻ. 2020 P ജയചന്ദ്രൻ. 2019 കിട്ടിയിട്ടുള്ളത് ഹരിഹരൻ ആണ് കേട്ടോ. 2019 കിട്ടിയിട്ടുള്ളത് ഹരിഹരനാണ്. അതുപോലെ തന്നെ 2018 കിട്ടിയിട്ടുള്ളത് ഷീല. ഈ S മാറ്റിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 ആയിട്ട് വരും കേട്ടോ. അപ്പോൾ 2018 കിട്ടിയിട്ടുള്ളതാണ് ഷീല. ഓക്കെ. അപ്പോൾ 2021 കിട്ടിയിട്ടുള്ളത് KP കുമാരൻ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക.
അടുത്ത പോയിന്റ് നോക്കാം. കുമാരൻ ആശാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്? കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ചിന്താ രവീന്ദ്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. KP കുമാരന് ചിന്താ രവീന്ദ്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ KP കുമാരനെ കുറിച്ചുള്ള പോയിന്റ്സുകളെന്ന് പറഞ്ഞ് ജേഴ്സി ഡാനിയൽ പുരസ്കാരം 2021 JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് KP കുമാരൻ. കുമാരനാണ്. അതുപോലെ തന്നെ ഈ കുമാരൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു കുമാരനാണെന്ന് ആലോചിക്കാം. ചിന്താ രവീന്ദ്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് ഒരു വൃക്ഷത്തിലെ കുയിലിനൊക്കെ നോക്കിയിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ മികച്ച കാർഷിക ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിന് നൽകുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പുരസ്കാരം ഏതാണ് കിട്ടിയിട്ടുള്ളത്? കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ഏത് ജില്ലയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയാണ്. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കോഴിക്കറിയിൽ ഒരുപാട് സ്പൈസസ് ഒക്കെ ഇടും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക. രാജ്യത്തെ മികച്ച കാർഷിക ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിന് നൽകുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിനാണ് കേട്ടോ. മികച്ച കർഷകർക്കുള്ള പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ കൃഷി ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ബിന്ദു ജോസഫിനാണ്. ആർക്കാണ്? ബിന്ദു ജോസഫ്. 2022 ജൂലൈയിൽ ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള അന്തർവാഹിനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ INS സിന്ധു ധ്വജ് ആണ് കേട്ടോ. 2022 ജൂലൈയിൽ ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള അന്തർവാഹിനി ഏതാണ്? INS സിന്ധു ധ്വജ്. അപ്പോൾ സിന്ധു എന്ന് പറഞ്ഞപ്പോഴാണ് 2022 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയിട്ടുള്ളത് PV സിന്ധു ആണ്. അപ്പോൾ സിംഗപ്പൂർ സിന്ധു കേട്ടോ, രണ്ടും SS ആണ്. 2022 സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയിട്ടുള്ളത് PV സിന്ധു. സിന്ധു ധ്വജ് എന്തായിരുന്നു? 2022 ജൂലൈയിൽ ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള അന്തർവാഹിനിയാണ് INS സിന്ധു ധ്വജ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ രൂപപ്പെട്ട ഒമിക്രോണിന്റെ പുതിയ ഉപവകഭേദം ഏതാണ്? BA 2.75 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒമിക്രോൺ ഇപ്പോൾ BA എടുത്തു എന്നൊക്കെ ആലോചിക്കുക. MA BA എന്നൊക്കെ പറയില്ല, അങ്ങനെ BA കേട്ടോ. BA എന്ന് പറയുമ്പോൾ 2 ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ 2.75, 7ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. BA 2.75. അടുത്ത ചട്ടമ്പി സ്വാമി ക്ഷേത്രവും പഠന കേന്ദ്രവും നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണമ്മൂലയാണ് കേട്ടോ. ചട്ടമ്പി സ്വാമിയുടെ ജന്മ പ്രദേശമായിട്ടുള്ള കണ്ണമ്മൂല തന്നെയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ശിശു മരണങ്ങൾ ഇല്ലാത്ത രാജ്യം എന്ന അസാധാരണ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ക്യൂബയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും ശിശുക്കൾക്കൊക്കെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ് ക്യൂബ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ക്യൂബ്, ഐസ് ക്യൂബ്, ക്യൂബ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഏഷ്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കാപ്പി ഉൽപ്പാദനത്തിൽ കോഫിയുടെ പ്രൊഡക്ഷനിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ ബ്രസീലിനാണ് കേട്ടോ. ആദ്യത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീലാണ് കോഫിയുടെ കേസിൽ. അടുത്ത റബ്ബർ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. റബ്ബർ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനം. ഫസ്റ്റ് ആർക്കാണ്? തായ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ റബ്ബറിൻ്റെ ഒക്കെ തൈ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ, റബ്ബർ തൈ കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്ഥാനം തായ്ലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. കോഫിയുടെ കേസാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനം, ആദ്യത്തത് ബ്രസീലാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരമാണ് ജസ്പ്രീത് ബുംറ. അങ്ങനെ എല്ലാവരുടെയും പ്രീതിയൊക്കെ സമ്പാദിച്ചു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. ആണുങ്ങൾക്ക് അറിയായിരിക്കും ജസ്പ്രീത് ബുംറ, പക്ഷേ എന്താ പറയുക, സ്ത്രീകൾക്ക് സ്പോർട്സിൽ അധികം ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തതാണ് കേട്ടോ, ജസ്പ്രീത് ബുംറ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ബാറ്റർ എന്ന ബഹുമതി ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്കാണ്. ഇംഗ്ലീഷ് താരം സ്റ്റുവേർട്ട് ബ്രോഡിൻ്റെ ഒരു ഓവറിൽ 35 റൺസ് നേടിയാണ് ബുംറയ്ക്ക് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ്, കപിൽ ദേവിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ പേസ് ബൗളറാണ് ഈ പറഞ്ഞിട്ടുള്ള ജസ്പ്രീത് ബുംറ. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 300 അടിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ താരമാരാന്ന് ചോദിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 300 അടിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ താരമാരാണ് രോഹിത് ശർമ്മ. T20 ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് 13 മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റനും കൂടിയാണ് രോഹിത് ശർമ്മ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. കപിൽ ദേവിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ പേസ് ബൗളറാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 304 അടിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. T20 ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് 13 മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? രാമഗുണ്ടം. എവിടെയാണ്? രാമഗുണ്ടം, തെലുങ്കാനയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ആണ്. ഫ്ലോട്ട് ചെയ്യും, ആനയുടെ മുകളിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യും തെലുങ്കാന, ആനയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ തെലുങ്കാന, രാമഗുണ്ടം.
ഇത് നിർമ്മിച്ചിട്ടുള്ളത് NTPC ആണ്, അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് കേട്ടോ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 2022 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ്. 2022 കേട്ടോ. 2022 ചൈന. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? B എന്ന് പറഞ്ഞാൽ ബ്രസീൽ, R എന്ന് പറഞ്ഞാൽ റഷ്യ, I ഇന്ത്യ, C എന്ന് പറഞ്ഞാൽ ചൈന, S എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ 2022 ചൈനയാണ്. അപ്പം ഇന്ത്യ 2021 കറക്റ്റ് ഓർഡറിലാണ് കേട്ടോ വരുന്നത്. ഇന്ത്യ 2021, പിന്നെ ചൈന 2022, പിന്നെ സൗത്ത് ആഫ്രിക്ക 2023. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യയുടെ I പോലെ തന്നെ 1 ആലോചിക്കാമല്ലോ. അപ്പോൾ 2021 ഇന്ത്യ, 2022 ചൈന. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ G20 ഷെർപ്പയായിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അമിതാഭ് കാന്ത് ആണ്. ഇന്ത്യയുടെ G20 ഷെർപ്പ ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അമിതാഭ് കാന്ത് ആണ്. അപ്പോൾ ഷെർപ്പ എന്ന് പറയുന്നത് ഈ അംഗരാജ്യങ്ങളുടെയൊക്കെ ഈ രാഷ്ട്രതലവൻ്റെ പ്രതിനിധിയാണ് കേട്ടോ. ഷെർപ്പ എന്ന് പറയുന്നത് അംഗരാജ്യങ്ങളുടെ രാഷ്ട്രതലവൻ്റെ പ്രതിനിധിയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ നീതി ആയോഗിൻ്റെ CEO ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അമിതാഭ് കാന്ത് ആണ്. മുമ്പത്തെ നീതി ആയോഗിൻ്റെ CEO ആണ് കേട്ടോ. ഫോമർ നീതി ആയോഗിൻ്റെ CEO ആണ് അമിതാഭ് കാന്ത്. പുതിയ ന്യൂ CEO പഠിച്ചു വെച്ചേക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമേശ്വരൻ അയ്യർ ആണ്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ പുതിയ CEO ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പരമേശ്വരൻ അയ്യർ ആണ്. ഓക്കെ, അപ്പം നീതി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. പരമേശ്വരൻ അയ്യർ. വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ്. വൈസ് ചെയർമാൻ സുമൻ ബേരി. അപ്പോൾ നീതി കിട്ടണമെങ്കിൽ നല്ല മനസ്സുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് നീതി കിട്ടുക എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈസ് ചെയർമാൻ ആണ് സുമൻ ബേരി. ഓക്കെ, G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയാണ്. ജർമ്മനിനകത്ത് 7 ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് G7 ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. G7 48ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജർമ്മനിയാണ്. ജർമ്മനി. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2022 ജൂൺ മാർച്ചിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് ആദ്യം ജമ്മു ആൻഡ് കാശ്മീർ, അടുത്ത സംസ്ഥാനം ഹരിയാന, മൂന്നാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേട്ടോ. അപ്പോൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2022 ജൂൺ മാർച്ചിൽ ഈ ഒരു കാലത്തിലാണ് കേട്ടോ പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീർ, പിന്നെ ഹരിയാന, നമ്മുടെ കേരളം മൂന്നാം സ്ഥാനം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ എന്ന പദവി ലഭിച്ചിട്ടുള്ളത് രാഹുൽ നർവേക്കർ ആണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള നിയമസഭാ സ്പീക്കർ ആരാണ്? രാഹുൽ നർവേക്കർ. നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെയൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. രാഹുൽ നർവേക്കർ, മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അല്ലേ, മഹാനായിട്ടുള്ള ആൾക്കാർ, ഏകനായിരിക്കും, ഒറ്റയ്ക്കൊക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക, ഏകനാഥ് ഷിൻഡെ കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിത ആരാണ്? PT ഉഷയാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിതയാണ് PT ഉഷ. ആദ്യ വനിതാ കായിക താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മേരി കോം ആണ് കേട്ടോ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതാ കായിക താരമാരാണ്? MC മേരി കോം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഓർത്ത് വെച്ചേക്കുക, അതായത് PT ഉഷ, അതുപോലെ തന്നെ ഇളയരാജ, ചലച്ചിത്ര സംവിധായകൻ KV വിജേന്ദ്ര പ്രസാദ്, സാമൂഹ്യ പ്രവർത്തകൻ വീരേന്ദ്ര ഹെഡ്ഗെ എന്നിവരെയൊക്കെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ രാജ്യസഭ ഫോം ചെയ്തിട്ടുള്ളത് 1952 ഏപ്രിൽ 3 കേട്ടോ. 1952 ഏപ്രിൽ 3. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഏതാൻ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 80 ആണ്. രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഏതാൻ ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 80 ആണ്. ലോക്സഭയാണെങ്കിൽ ആർട്ടിക്കിൾ 81. അടുത്ത പോയിന്റ് നോക്കാം. സാമൂഹ്യ നീതിക്കുള്ള മദർ തെരേസ സ്മാരക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം. ഓക്കെ, സാമൂഹ്യ നീതിക്കുള്ള നീതിയും മുക്തിയും എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നീതി മുക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അൽ മക്തം, മുക്തി എന്നൊക്കെ കണക്ട് ചെയ്യാം. മദർ തെരേസ സ്മാരക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം. അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കുക, UAEയുടെ ആദ്യ ഡിജിറ്റൽ ബാങ്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാൻഡ് ബാങ്ക് ആണ് കേട്ടോ. സാൻഡ് ബാങ്ക്. നമ്മൾ UAE എന്നൊക്കെ പറയുമ്പോൾ മരുഭൂമിയിലൊക്കെ നിറച്ച് സാൻഡ് അല്ലേ, അപ്പോൾ SAND, അങ്ങനെ നമുക്ക് ZAND സാൻഡ് ബാങ്ക് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് 2022 ജൂലൈ 1 സസ്യങ്ങളെക്കുറിച്ചുള്ള റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്. സസ്യങ്ങളെക്കുറിച്ചുള്ള റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കേരളമാണ്.
അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ കശുമാവിൽ നിന്ന് ഫെനി നിർമ്മിക്കാൻ ആദ്യമായിട്ട് അനുമതി ലഭിച്ചിട്ടുള്ളത് പയ്യാവൂർ സഹകരണ ബാങ്കാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സഹകരണ ബാങ്ക്. അപ്പോൾ ഈ ഫെനി എന്നൊക്കെ പറഞ്ഞ ഒരു ആൽക്കഹോളാണ് കേട്ടോ. ഈ കാഷ്യൂന്നും ആപ്പിൾസ് എന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ആൽക്കഹോളാണ് ഈ പറഞ്ഞിട്ടുള്ള ഫെനി. അപ്പം ഈ ആൽക്കഹോൾ കൂടുതൽ കുടിക്കുന്നത് പയ്യന്മാരാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. പയ്യാവൂർ ആണ്. അതുപോലെ തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കണ്ണിനെ ബാധിക്കും, കണ്ണൂർ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കേരളത്തിൽ കശുമാവിൽ നിന്ന് ഫെനി നിർമ്മിക്കാൻ ആദ്യമായിട്ട് അനുമതി ലഭിച്ചിട്ടുള്ളത് പയ്യാവൂർ സഹകരണ ബാങ്ക്, കണ്ണൂർ. അടുത്ത പോയിന്റ്, ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് 2021 കിട്ടിയിട്ടുള്ളത് KS ചിത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ ശ്രീ ചിത്ര ഓക്കെ 2021 ഓർത്ത് വയ്ക്കുക. 2020 കിട്ടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ. 2020 കിട്ടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ. KS ചിത്രയ്ക്ക് കിട്ടിയിട്ടുള്ള വേറൊരു പുരസ്കാരം കൂടി ഉണ്ട് കേട്ടോ. അത് ഒരുമിച്ചൊന്ന് പഠിച്ചേക്കുക. കമുകറ സംഗീത പുരസ്കാരത്തിന് KS ചിത്രയെ തിരഞ്ഞെടുത്തു. കമുകറ കേട്ടോ. കമുകറ സംഗീത പുരസ്കാരത്തിന് KS ചിത്രയെ തിരഞ്ഞെടുത്തു. അപ്പോൾ പേരിൽ തന്നെ കിട്ടും നമുക്ക് പലതും അല്ലെ. ശ്രീ ചിത്ര എന്ന് പറയുമ്പോൾ KS ചിത്ര. അതേപോലെ തന്നെ കമുകറ സംഗീത പുരസ്കാരം കിട്ടിയിട്ടുള്ളത് KS ചിത്രയ്ക്കാണ്. അടുത്തത് കേരള ടൂറിസം വകുപ്പ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PB നൂഹ് IAS ആണ് കേട്ടോ. PB നൂഹ് IAS. നൂഹ്. അപ്പോൾ കേരള ടൂറിസം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ടൂർ പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പോൾ നമ്മുടെ എക്സാം വരെയല്ലോ, ഒക്ടോബർ 22 പരീക്ഷ വരെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? നോ എന്ന് പറയും. അങ്ങനെ നമുക്ക് നോ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നൂഹ് ആണ് കേട്ടോ. PB നൂഹ് IAS. കേരള ടൂറിസം വകുപ്പ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PB നൂഹ് IAS. ഭൂജല സമ്പത്തിന്റെ വിവരം ശേഖരിക്കുന്നതിനായിട്ട് സംസ്ഥാന ഭൂജല വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഭൂജലം ഏതാണ്? വെൽ സെൻസസ് ആണ് കേട്ടോ. വെൽ നമ്മുടെ കിണറൊക്കെ ആലോചിക്കുക കേട്ടോ. വെൽ സെൻസസ് ആണ്. സിംഗപ്പൂരിന്റെ 3 ഉപഗ്രഹങ്ങളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിംഗപ്പൂരിന്റെ 3 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള വിക്ഷേപണ വാഹനം, ആ വാഹനം ഓർത്ത് വയ്ക്കുക, PSLV C-53 ആണ് കേട്ടോ. അപ്പോൾ 3 ഉപഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 53, അതിനകത്തൊരു 3 ഉണ്ട് കേട്ടോ. PSLV C-53. പിന്നെ ഇത് രണ്ടാമത്തെ ദൗത്യമാണ് കേട്ടോ. ISROയുടെ രണ്ടാമത്തെ ദൗത്യമാണ്. ISRO വാണിജ്യ വിഭാഗമായിട്ടുള്ള NISL എന്ന് പറഞ്ഞാൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ദൗത്യമാണ്. ആദ്യത്തെ ദൗത്യം ഏതായിരുന്നു? നമ്മുടെ ആമസോണിയ 1 ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ദൗത്യം ആമസോണിയ 1. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, സിംഗപ്പൂരിന്റെ 3 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള വിക്ഷേപണ വാഹനം PSLV C-53 ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരത്തിന് സാഹിത്യകാരൻ C രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. അക്ഷരമുദ്ര. ഓക്കെ, അക്ഷരമുദ്ര പുരസ്കാരത്തിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? C രാധാകൃഷ്ണൻ കേട്ടോ. C രാധാകൃഷ്ണൻ. അമേരിക്കയുടെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതയായിട്ടുള്ള ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയാണ് കെറ്റാർജി ബ്രൗൺ ജാക്സൺ. കറുത്ത വർഗ്ഗക്കാരിയാണ്, അപ്പോൾ ബ്രൗൺ ആണെന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. കെറ്റാർജി ബ്രൗൺ ജാക്സൺ ആണ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതയായിട്ടുള്ള ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയാണ് കെറ്റാർജി ബ്രൗൺ ജാക്സൺ. അടുത്ത പോയിന്റ്, ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന 2022 ഫീൽഡ് മെഡൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മറീന വയ്യാസോവയാണ് കേട്ടോ. ഗണിതശാസ്ത്രമാണ്, മാത്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയ്യാണ്ടായ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. മറീന വയ്യാസോവ. ഓക്കെ, ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിത കൂടിയാണ് മറീന വയ്യാസോവ കേട്ടോ. അപ്പോൾ ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന 2022 ഫീൽഡ് മെഡൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മറീന വയ്യാസോവ. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2022 സൗന്ദര്യ കിരീടം ലഭിച്ചിട്ടുള്ളത് സിനി ഷെട്ടിക്കാണ് കേട്ടോ. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2022 സൗന്ദര്യ കിരീടം ലഭിച്ചിട്ടുള്ളത് സിനി ഷെട്ടി. കർണാടക സ്വദേശിനി. വിംബിൾഡൺ പുരുഷ വിഭാഗം കിരീടം 2022 കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ചിനാണ് വിംബിൾഡൺ പുരുഷ വിഭാഗം 2022 കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, 21ാമത്തെ ഗ്രാൻഡ് സ്ലാം അവാർഡാണ് നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 7th വിംബിൾഡൺ അവാർഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 7th 21st. ഓക്കെ, അപ്പം 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 21. അപ്പോൾ 7 × 3 21. അപ്പോൾ 21ാമത്തെ ഗ്രാൻഡ് സ്ലാം, 21 എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഗ്രാൻഡ് സ്ലാം അവാർഡും 7ാമത്തെ വിംബിൾട്ടൺ അവാർഡും ആണ് നൊവാക് ജോക്കോവിക്കിന് കിട്ടിയിട്ടുള്ളത്. അടുത്ത ലോകത്തിലെ ഏറ്റവും ചൂടേറിയിട്ടുള്ള 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ഇറാഖാണ്. ഓക്കെ, ഇറാഖാണ്. നമ്മുടെ വീട്ടിലെ റാക്കൊക്കെ ആലോചിച്ചാൽ മതി. അതിനകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇറാഖാണ് കേട്ടോ. അടുത്തത് കുറച്ച് പദ്ധതികളാണ് കേട്ടോ. ഇരുചക്ര വാഹനങ്ങളുടെ പൊതുനിരത്തിലെ മത്സരയോട്ടം തടയുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. അവരുടെ റേസൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കണക്ട് ചെയ്താൽ മതി. ഓപ്പറേഷൻ റേസ് ആണ് കേട്ടോ. 27 വർഷത്തെ സേവനത്തിന് ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇന്റർനെറ്റ് ബ്രൗസർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് കേട്ടോ.
മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കൂട്ട്. അവർക്കൊരു കൂട്ട് കൊടുത്താൽ മതി അല്ലേ, പിന്നെ അവർ ഫോണുമായിട്ട് ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ ഓർത്തു വയ്ക്കാം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കൂട്ട്. കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് ആശുപത്രി നിലവിൽ വരുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് ആശുപത്രി നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ലാത്ത അവയവങ്ങളൊക്കെ എടുത്ത് മാറ്റില്ലേ, ഈ ലിവറും അതൊക്കെ എടുത്ത് മാറ്റില്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. കോഴിക്കോടാണ് കേട്ടോ. എല്ലായിടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി. എല്ലായിടങ്ങളിലും സർവീസ് ആരംഭിക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് KSRTC നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രാമവണ്ടി. അടുത്ത പോയിന്റ് നോക്കാം. അശരണരായ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനായിട്ട് ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് വിദ്യ അമൃതം കേട്ടോ. അപ്പോൾ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ വിദ്യ എന്തായാലും അതിനകത്തുണ്ട്. പിന്നെ അശരണരായിട്ടുള്ള വിദ്യാർത്ഥികളുടെയാണ്, അപ്പോൾ അവരെയൊക്കെ ഒരു അമൃതം പോലെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വിദ്യ അമൃതം. അടുത്ത പോയിന്റ് നോക്കാം. അഭ്യസ്ത വിദ്യർക്ക് വൈജ്ഞാനിക മേഖലയിൽ അവസരമൊരുക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേരള നോളേജ് ഇക്കോണമി മിഷൻ. കേരള നോളേജ് ഇക്കോണമി മിഷൻ 2022 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് പൊതു അവധി ഒഴിവാക്കിയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അപ്പം എന്തുകൊണ്ടാണ് അവധിയൊക്കെ ഒഴിവാക്കിയെന്ന് അവർ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള രീതിയിൽ കണക്കാക്കാം കേട്ടോ. ഉത്തർപ്രദേശ്. ലോക ചെസ് ഒളിമ്പ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം നമ്മൾ ഇന്നലെ പറഞ്ഞാണ് തമ്പി എന്ന് പേരുള്ള ഒരു കുതിര അല്ലെ. ലോക ചെസ് ഒളിമ്പ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നമാണ്. ചെസ്സിൽ കുതിരയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ തമ്പി എന്ന് പേരുള്ള കുതിരയാണ് കേട്ടോ. ഇനി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കളിക്കൂട്ടം. ഓക്കെ, ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വേണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കളിക്കൂട്ടം കേട്ടോ. ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കളിക്കൂട്ടം. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് നിലവിൽ വന്നിട്ടുള്ള സ്ഥലം ഹോളംബി കലനാണ്. ന്യൂഡൽഹിയിലെ ഹോളംബി കലൻ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോളാമ്പിയിലിടും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഹോളംബി അല്ലെങ്കിൽ കലത്തിലിടും, കലൻ. ഓക്കെ, ന്യൂഡൽഹിയിലാണ് കേട്ടോ. പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനായിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിനായിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. സമര സേനാനിയും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന KP കരുണാകരന്റെ ശില്പം സ്ഥാപിക്കുന്ന സ്ഥലം കരകുളം. ഇതേപോലെ തന്നെയില്ലേ കരുണാകരൻ? കരകുളം. ധാന്യ വിതരണത്തിന്റെ അഭാവം മൂലം ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള ആഫ്രിക്കൻ രാജ്യം ചാടാണ് കേട്ടോ. ചാടാണ്. അപ്പോൾ ഭക്ഷ്യ അടിയന്തരാവസ്ഥ, ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, നമ്മൾ അവിടുന്ന് ചാടും അല്ലെ, ചാട്. അടുത്തത് കോളറ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കോളറ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ കോളർ ആലോചിക്കാം കേട്ടോ. നമ്മുടെ രജനീകാന്തിന്റെ കോളർ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ കോളറ പടർന്നു പിടിച്ചതിനെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 75ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും ത്രിവർണ്ണ പതാക ഉയർത്താൻ ആഹ്വാനം ചെയ്തിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്യാമ്പയിനാണ് ഹർഘർ തിരംഗ്. എന്താണ് ഹർഘർ തിരംഗ്? 2022 ജൂലൈയിൽ എത്ര വാക്കുകളാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്? 65 വാക്കുകളാണ് കേട്ടോ. 2022 ജൂലൈയിൽ എത്ര വാക്കുകളാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വിലക്ക് ഏർപ്പെടുത്തിയത്? എത്രയാണ്? 65. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച റോബോട്ടിക് സർജറിക്ക് ഉപയോഗിക്കപ്പെട്ട റോബോട്ടിന്റെ പേര് മന്ത്രയാണ് കേട്ടോ. മന്ത്രയാണ്. അപ്പോൾ റോബോട്ട് പോയിട്ട് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ടാണ് സർജറി ചെയ്യണമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. മന്ത്ര. ഓക്കെ, അടുത്തത് 2022 ജൂലൈയിൽ രാജിവെച്ചിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ്. 2022 ജൂലൈയിൽ രാജിവെച്ചിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ബോറടിച്ചവർ രാജിവെച്ചു എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ. പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ക്ഷമത. പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കേണ്ടി വരില്ലേ, അപ്പോൾ ഓപ്പറേഷൻ ക്ഷമത. സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠനം നിർബന്ധമാക്കിയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്താണ്. അപ്പം സർക്കാർ പ്രൈമറി സ്കൂളിൽ 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകൾ ഇംഗ്ലീഷ് പഠനം നിർബന്ധമാക്കിയുള്ള സംസ്ഥാനമാണ് സർക്കാർ. അവർ രാത്രിയും ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഗുജറാത്ത്. ISROയുടെ ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള സിനിമ ഏതാണ്? റോക്കറ്ററി ദ നമ്പി എഫക്റ്റ്. ഓക്കെ, അത് സംവിധാനം ചെയ്തിട്ടുള്ളത് സിനിമാ നടൻ മാധവനാണ്.
PSC ബുള്ളറ്റിനിൽ നിന്നും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് എന്നൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് മഹാരാഷ്ട്രയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓളം കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.